നീലാകാശത്തിന്റെ കീഴിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ തിരക്കിനിടയിൽ ആദ്യം കണ്ടത് അവളെയായിരുന്നു. അർജുൻ, ഒരു സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സാധാരണ യുവാവ്. കയ്യിൽ പുസ്തകങ്ങൾ, മനസ്സിൽ സ്വപ്നങ്ങൾ. ആ ദിവസം അവൻ സ്വന്തം ജീവിതം മാറ്റുന്ന ഒരാളെ കാണുമെന്ന് അവൻ അറിയില്ലായിരുന്നു. ട്രെയിൻ വൈകിയിരുന്നു. പ്ലാറ്റ്ഫോമിൽ ഒരു പെൺകുട്ടി പച്ച സാരിയിൽ, കാറ്റിൽ പറക്കുന്ന മുടിയുമായി പഴയൊരു പാട്ട് ഹം ചെയ്യുകയായിരുന്നു. അവളുടെ പേര് നിത്യ. അവളുടെ കയ്യിൽ ഒരു ഡയറി. അതിൽ അവൾ എന്തോ വരച്ചുകൊണ്ടിരുന്നു. അർജുൻ ഒന്ന് നോക്കി ചോദിച്ചു, "നിങ്ങൾ ആർട്ടിസ്റ്റാണോ?" അവൾ തലയുയർത്തി ചിരിച്ചു. "അല്ല, ഞാൻ ഓർമ്മകൾ വരയ്ക്കുന്നവളാണ്." ആ മറുപടി അവനെ ആകർഷിച്ചു. ട്രെയിൻ എത്തി. അവർ ഒരേ കോച്ചിൽ. ജനലരികിലിരുന്ന് മഴത്തുള്ളികൾ നോക്കിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. നിത്യ ഒരു ആർക്കിടെക്ട്. അവൾക്ക് പഴയ വീടുകളിഷ്ടം. അർജുൻക്ക് പഴയ കഥകൾ. "നമ്മൾ രണ്ടുപേരും പഴയവയെ സ്നേഹിക്കുന്നവരാണ്," നിത്യ പറഞ്ഞു. അവരുടെ സൗഹൃദം പതിയെ പ്രണയമായി മാറി. ഓരോ വാരാന്ത്യവും അവർ കോവലം ബീച്ചിൽ കൂടിക്കാഴ്ച നടത്തും. സന്ധ്യാസമയത്ത് കടലിന്റെ മുന്നിലിരുന്ന് സ്വപ്നങ്ങൾ പങ്കിടും. ഒരു ദിവസം നിത്യ പറഞ്ഞു, "എനിക്ക് ദുബായിലൊരു ജോലി ഓഫർ കിട്ടി." അർജുനിന്റെ ഹൃദയം നിമിഷം നിശ്ചലമായി. "പോകണമോ?" അവൻ ചോദിച്ചു. "എന്റെ സ്വപ്നമാണ്. പക്ഷെ നിന്നെ വിട്ടു പോകുന്നത് പേടിയാണോ?" അർജുൻ നിശബ്ദമായി കടലിലേക്ക് നോക്കി. പ്രണയം ഒരാളെ പിടിച്ചു നിർത്താനുള്ളതല്ല, അവൻ പറക്കാൻ സഹായിക്കുന്നതാണോ? മാസങ്ങൾ കടന്നു. ദൂരങ്ങൾ വളർന്നു. പക്ഷെ ഓരോ രാത്രിയും വീഡിയോ കോൾ, ഓരോ രാവിലെയും ഒരു മെസ്സേജ്. അർജുൻ പരീക്ഷ പാസായി. അവനൊരു IAS ഓഫീസറായി നിയമിതനായി. ആ ദിവസം അവൻ നിത്യയ്ക്കൊരു മെസ്സേജ് അയച്ചു. "നമ്മൾ സ്വപ്നങ്ങൾ വിട്ടുകൊടുത്തില്ല." ഒരു വർഷത്തിനുശേഷം പത്മനാഭസ്വാമി ടെമ്പിളിന്റെ മുന്നിൽ അവർ വീണ്ടും കണ്ടുമുട്ടി. നിത്യ തിരിച്ചു വന്നിരുന്നു. "എന്റെ സ്വപ്നങ്ങൾ ഞാൻ നേടിയെടുത്തു. പക്ഷെ എന്റെ വീടിവിടെ തന്നെയാണെന്ന് മനസ്സിലായി," അവൾ പറഞ്ഞു. അർജുൻ അവളുടെ കൈ പിടിച്ചു. "നീലാകാശം എവിടെയായാലും നമ്മൾ ഒന്നിച്ചു നോക്കുമ്പോൾ മാത്രമേ അതിനർത്ഥമുണ്ടാകൂ." ആകാശത്ത് സന്ധ്യാമേഘങ്ങൾ നിറഞ്ഞു. കടൽക്കാറ്റ് മൃദുവായി വീശി. ചില പ്രണയങ്ങൾ ദൂരങ്ങളിൽ പരീക്ഷിക്കപ്പെടും, പക്ഷേ സത്യമായ പ്രണയം എപ്പോഴും തിരിച്ചുവരും.